ഇപ്പോഴത്തെ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജ് വെച്ചിട്ടും കാര്യമൊന്നുമില്ല, പെട്ടെന്ന് ചീഞ്ഞു പോവുക. ഫ്രിഡ്ജിൽ വെച്ച പച്ചക്കറി എങ്ങനെയാ ചീഞ്ഞു പോണത്? കേടായ പച്ചക്കറി ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് ചീത്തയായി പോണത്. കേടായതൊന്നല്ല, ഇത് അച്ഛൻ വാങ്ങിച്ചിരുന്നതാ. ആ ബെസ്റ്റ്. കേടായ പച്ചക്കറി കടയിൽ നിന്ന് തെരഞ്ഞു പിടിച്ചു കൊണ്ടൊരു അച്ഛൻ മെടുക്കനാണ്. ചേച്ചി, അച്ഛനില്ലാത്ത സമയത്ത് അച്ഛനെ കുറ്റം പറയുന്നവരോട് ചേച്ചിക്ക് ഇപ്പൊ കുറച്ച് കൂടുതലാണ്. ഇതുകൊണ്ടാണ് അച്ഛൻ ടൈം കിട്ടുമ്പോഴൊക്കെ ചേച്ചി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണേ, മനസ്സിലായ? ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഞാനും അച്ഛനും തമ്മിൽ ഭയങ്കര ലവ് ആണ്. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും 24 മണിക്കൂർ എന്റെ പുറകെ നടക്കുന്നത്. എന്റെ കാര്യത്തിൽ അച്ഛൻ എന്ത് ശ്രദ്ധയാണെന്നറിയാവോ? ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ ആശ്വസിക്കാം അല്ലേ? എന്റെ ചേച്ചി, നമുക്ക് എല്ലാവർക്കും അറിയാം അച്ഛന്റെ ചേച്ചിനെ പണ്ട് മുതലേ കണ്ണെടുത്ത കണ്ടുടാന്ന്. ആണോ? ചിലപ്പോ ശരിയായിരിക്കും കേട്ടാ. കാരണം ഈ കുടുംബത്തെ ആർക്കും കണ്ണെടുത്ത ഒരാളുണ്ട്, നീ. അത് നീ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചത്തടിച്ച് കരയുന്നത്, അല്ലടാ കേശു? അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ കൂടുതൽ അനിയത്തിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. മോഹന്ത കടന്നല് കുത്തിയ പോലെ മറുപടി ഒന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ല അമ്മ. അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും മനസ്സിൽ ഇങ്ങനെ ദേഷ്യം വെച്ചോണ്ട് നടക്കുന്നവർക്ക് ഇങ്ങനെ എന്ത് വേണോ വിളിച്ചു പറയാം. നമ്മളൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട, അത്രേ ഉള്ളൂ. അതൊക്കെ വിട്. അമ്മേ, ഞാൻ അമ്മയുടെ ഒരു കാര്യം ചോദിച്ചല്ലേ, അമ്മ സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയും? ഞാൻ നിന്നെ പോലെ അല്ലല്ലോ, എല്ലാ കാര്യത്തിനും സത്യസന്ധമായിട്ട് ആൻസർ പറയാൻ ശ്രമിക്കാറുണ്ട്. എന്നാ അമ്മ പറ, ഞങ്ങൾ 5 മക്കളിൽ ഏറ്റവും ഇഷ്ടം കൊള്ള ആരോടാണ്? അതിനെന്താ, പറയാലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം വിഷ്ണുവിനെയാണ്. എന്നാ അത് സത്യമല്ല. സത്യമല്ല. ചില സമയത്ത് നിന്റെ സ്വഭാവം കാണുമ്പോണ്ടല്ലോ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടവും. ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും നിന്റെ കൂതറ സ്വഭാവം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരൊറ്റ ചവിട്ട് തരാൻ തോന്നും പിടിച്ച്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും കേശുവിൻ്റെ വരവ്. അവൻ്റെ ആ പക്വതയും ആ ചിരിയും ആ സൗമ്യതയും ഒക്കെ കാണുമ്പോൾ എൻ്റെ മക്കളിൽ ഏറ്റവും നല്ലത് എൻ്റെ കേശുക്കുട്ടനല്ലേ എന്ന് വിചാരിച്ച് അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാവണം മുടിഞ്ഞ ജാട. എന്തൊരു ജാടയാണ് അവന്. ചില സമയത്ത് അവനുണ്ടല്ലോ പൊക്കിയെടുത്ത് പാറമട അറിയാൻ തോന്നും ജാട കാണുമ്പോൾ. അപ്പോഴാണ് എനിക്ക് എൻ്റെ ശിവാനിക്കുട്ടിയെ ഇഷ്ടപ്പെടുന്നത്. അവൾ എന്ത് രസമായിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണത്, എന്ത് സ്മാർട്ടാണ് ഇല്ലേ? അങ്ങനെ എൻ്റെ ശിവാനിക്കുട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കാന്ന് പറഞ്ഞിങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വാ തുറക്കും അവള്. എൻ്റെ പൊന്നു, എന്തൊരു നാക്കാണ്. അപ്പം ഞാൻ വിചാരിക്കും ഇതെൻ്റെ വയറ്റിൽ തന്നെ ജനിച്ചല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പാറക്കുട്ടി അവളുടെ ആ ചിരി, ആ മുഖം, ആ കുസൃതിയൊക്കെ കാണുമ്പോൾ ഞാൻ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടിച്ചെല്ലും. അപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ പാറക്കുട്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. ആ സമയത്താണ് അവൾ അവളുടെ അച്ഛൻ്റെ കൂതറ സ്വഭാവം എടുത്ത് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്കൊരു ഒറ്റ ആളെ ഇഷ്ടമല്ല എന്ന്. എന്തോ നമ്മ അങ്ങനെ പറഞ്ഞു. ചവിട്ടിയത് എന്റെ കാല് ചവിട്ടിയപ്പോ എന്റെ കാല് ഞാൻ പൊക്കിയത്. അപ്പൊ അവള് താഴ്ത്തു വീണു. മിണ്ടാണ്ടിരിക്കാച്ച കാര്യം അതൊന്നും പറയല്ലേ. ഞാൻ അമ്മേനെ ഉമ്മ വെക്കാൻ പോയപ്പോ ഞാൻ അറിയാതെ അമ്മയുടെ കാലി ചവിട്ടിയത്. ആ കൊച്ചിനെ കൈ വെച്ചിട്ടാണ് കിടന്ന് അഭ്യാസം കാണിക്കണത്. എന്റെ അപ്പൊ നെത്തോലെ പോലെ ഇരിക്കുന്ന സ്രാവിന്റെ വെയിറ്റ് ആണ്. ഇറങ്ങണം അങ്ങോട്ട്. അച്ഛൻ എന്തേന്നോളെ എന്നെങ്കിലും കാണിച്ചാൽ കേടിച്ചാൽ എടുത്തോളാം കേട്ടാടാ. എന്ത് പറ്റിയത്? ഇവിടെ അമ്മ ഇവിടെ ചവിട്ടിയെന്ന്. അമ്മ എന്റെ ചേട്ടൻ ഞാൻ അമ്മേനെ ഉമ്മ കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് അമ്മ കാല് നോക്കി. അപ്പൊ ഞാൻ കാല് തടുത്ത് താഴെ വീണു. അത്ര സംഭവിച്ചോളൂ. ചേട്ടൻ എവിടെയെങ്കിലും കൊണ്ടിരുന്നു തലക്ക് കിടത്ത്. പിടിക്കുവാ. ഇപ്പൊ അമ്മേടെ സ്വഭാവം മനസ്സിലായല്ലേ? കണ്ടല്ലോ കണ്ടല്ലോ. ഇതാരിവിടെ കൊണ്ടിട്ടത്? ചുമ്മാ എന്റെ ഓരോ സ്ഥാനങ്ങൾ കാണാതെ പോണത്. ഇത് എത്രായിരം രൂപയുടെ സ്ഥാനം എന്നറിയാം. ഇതിന്റെ വില എന്തെന്നറിയാം? ആദ്യം എന്റെ കൊച്ചിന്റെ കാല് ശരിയാക്കുക. നിങ്ങൾ ആക്രി സ്ഥാനത്തിന്റെ വില പിന്നെ പറയാം. സ്പീക്കർ കൊണ്ടുവേടാ. മക്കളെ, നീരിപ്പ ഇല്ല, പക്ഷെ പൊട്ടലുണ്ടെങ്കിൽ നേരത്തെ നീരടിച്ചനെ. നീരിറങ്ങി വരും. എന്റെ അമ്മ നിനക്ക് മാത്രം നിന്റെ അമ്മ വിളിക്കാം. എനിക്ക് എന്റെ അമ്മ വിളിച്ചൂടെ? എന്താ അലറക്കം?
കാല് ഉളിക്കാനേക്കാളും വേദനയുള്ള അച്ഛൻ നിൽക്കിയപ്പോ. മക്കളെ ഇത് മർമാണിയാണ്, കൈ വേറെയാണ്, നാഡി ഞരമ്പുകളെ തൊടുകളും. വലിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്റെ കാല് വലിയ കുഴപ്പമൊന്നുമില്ല. അതെ നോക്കിയേ, അങ്ങോട്ട് വനക്കാം ഇങ്ങോട്ട് വനക്കാം, പിന്നെ ചെറിയൊരു വേദനയുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഓ അപ്പൊ വേദനയൊന്നും ഇല്ല. അപ്പൊ 2 മണിക്കൂർ കഴിയുമ്പോ അടുക്കള കയറാലോ. വേദന ഉണ്ടെങ്കിൽ എനിക്ക് അടുക്കള കയറാൻ പറ്റൂല, വേദന ഇല്ലെങ്കിൽ ഞാൻ അടുക്കള കയറാം, ഇല്ലെങ്കിൽ എനിക്ക് റെസ്റ്റ് വേണം 2 ആഴ്ച. ആ സാധനം മനസ്സിലായി. തൈലമല്ലേ എവിടെ ഇരിക്കുന്നു? എൻ്റെ മേശയുടെ ഡ്രോയർ അടിയിട്ടുണ്ട്. പിന്നെ ഞാൻ തുണി റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചുറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ എടുത്തുണ്ടോ? ഓക്കെ. തൈലം എന്റെ കാലിലിട്ട് തീരുമാനമാണോ? അല്ല, എൻ്റെ തലയിട്ട അല്ല. പിന്നെ അച്ഛാ കാലാണ് തിരുമ, പയ്യൊക്കെ തിരുമണോ കേട്ടോ. ഇങ്ങനെ പറയുന്ന ആളാരെന്ന് കണ്ടു അറിഞ്ഞ് ചെന്ന് കയറി കൊടുക്കണം. അച്ഛനല്ല അമ്മ, ആലോചിക്കണം. ചവിട്ടി ജനിച്ചടാ ഞാൻ കൊച്ചിന്റെ. അതെ, അമ്മയുടെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിയതാണ്. നീ വന്ന് ചവിട്ടിയപ്പോൾ ഞാൻ കാല് മാറ്റിയപ്പോൾ നീ കാല് ഉളുക്കിയതാണ്. ഇതല്ല, ഒറിജിനലായിട്ട് നിന്റെ കാല് പൊടിച്ച് കൈ തരും. അങ്ങനെ ആരുടെയെങ്കിലും കയ്യോ കാലോ കൈ കിട്ടാൻ കാത്തിരിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട്. നാശമാ പോ. വിടാ. കാലൊന്നും പിടിക്കണ്ട, ഞാൻ ക്ഷമിച്ച്. എന്താ ചെയ്യണ? പഠിച്ച വിദ്യയെ പരിഹസിക്കരുത് കേട്ടാ. പഠിക്ക്. അച്ഛാ പയ്യെ. അച്ഛാ എന്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതിപ്പോ കാണിക്കരുത് പ്ലീസ്. അതാണ് എന്റെ പേടി. അടി സ്പീക്കർ വെച്ചോരണോ? കൈ കിട്ടിട്ട് നീ നോക്കിക്കോ. 40,000 രൂപയ്ക്ക് വരെ ഞാൻ 4 ലക്ഷം രൂപ ഇടിക്കാൻ ഇടിച്ചിട്ട് ഞാൻ 40,000 വാങ്ങിക്കുകയും ചെയ്യും. 6,000 അച്ഛാ? ബാസി കള്ളം ബാസി. അതിന് അച്ഛന്റെ ബാസ ഞങ്ങളെ കയ്യിലൊന്നും കിട്ടണ്ടേ? 10 ദിവസത്തിനകം ഞാൻ അവനെ പൊക്കിയിരിക്കും. നോക്കിക്കോ. ലക്ഷം ചെയ്യണേ ഒരേ കിടപ്പ് തന്നെ അനങ്ങുന്നില്ല. അല്ലേ? എണീറ്റ് നടക്കാൻ പറ, എന്നാലേ കാല് ഉറക്കുള്ളൂ, അല്ലെങ്കിൽ ശരിയാകൂല. കട്ടൻ കൊണ്ട് വരണ, കൊണ്ടുപോവാ. അച്ഛൻ ചമ്മിപ്പോയി, ചേച്ചിക്കായിരുന്നു. ഒന്നും കഴിക്കാൻ ഇടക്കല്ലേ, കട്ടൻ ചായ കുടിച്ച് ഊരി കിടക്കട്ടെ. ഇപ്പൊ അവളുടെ കാലെങ്ങനെയുണ്ട് ചാ? അവളുടെ കാലെങ്ങനെയുണ്ട്? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. ഇനി 4 ശേഷം മാത്രമേ വാർഡ് തുറക്കത്തുള്ളൂ. അവള് ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയ പോയി കാണാവട്ടെ. അത് മര്യാദക്ക് പറഞ്ഞാ മതി. അയ്യേ ഫീൽഡ് ഓഫീസർ ചമ്മിപ്പോയി. അല്ല മക്കളെ, ശരിക്കും ലച്ചൊന്നും കഴിച്ചില്ലേ? എന്തെങ്കിലും കഴിച്ചു കാണും. ചേച്ചിക്ക് പിന്നെ പണ്ടേ ഭക്ഷണം എന്ന് പറഞ്ഞ അലർജി ആണല്ലോ. ഇതുവരെ ചേച്ചി നിരച്ചവേ ഒരു വറ്റ കഴിക്കണം ഞാൻ കണ്ടിട്ടില്ല. ചേച്ചി കഴിച്ചെന്ന് പറഞ്ഞാൽ എന്ത് കഴിക്കാനാണ്? 2 ദോശ എടുക്കും, അതിനകത്ത് 1.5 ദോശ കഴിക്കും. എന്നാ ഉച്ചക്കെങ്കിലും നേരെയോ കഴിക്കുന്നു വെച്ചാൽ അതും ഇല്ല. അപ്പൊ പിന്നെ രാവിലെ എങ്കിലും കഴിക്കണ്ടേ, ഉയിരി കിടക്കണ്ടേ? ഇത് പോരാത്തതിന് കുറെ നിർബന്ധങ്ങളും. പഴം ഇഷ്ടമല്ല, മുട്ട ഇഷ്ടമല്ല, പിന്നെ വെള്ളം കുടിക്കുന്ന അലർജിയാണ്. അച്ഛനെ പോലെ കട്ടൻ ചായ പ്രേമിയും. ടോട്ടലി ഒരു അരപ്പിരി ലൂസാണ് ചേച്ചി. അല്ല, ലച്ചു ശരിയാ മതിയ പാടാണ്. ഇടയ്ക്ക് അച്ഛനെ പോലെ എന്ന് പറഞ്ഞല്ലേ, ഈ തള്ളക്ക് മക്കൾക്ക് പുട്ടിന് ഇടയ്ക്ക് തേങ്ങാ പീരി ഇടും പോലെ എന്റെ പേര് പറഞ്ഞ് ശരിയാവില്ലല്ലേ? ലച്ചുന് വലിയ വില ഒന്നും ഇല്ല കേട്ടാ, ആരോഗ്യമൊന്നുമില്ല. അതെങ്ങനെ അവൻ അയച്ചു കൊടുക്കുന്ന പൈസക്കെല്ലാം ഐസ്ക്രീം ചോക്ലേറ്റും ഷാർജയൊക്കെ വാങ്ങിച്ച് അടിക്കില്ലേ? അച്ഛാ മക്കളെ എല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു അച്ഛ. പെട്ട് അച്ഛനെന്താ പറഞ്ഞേ? എനിക്ക് കിട്ടണ കാശിൽ ഞാൻ ഐസ്ക്രീമും ഷാർജ ഷേക്കും കഴിക്കുകയാണെന്നാ? അപ്പൊ ഞാൻ മാസം അമ്മയ്ക്ക് 5,000 കൊടുക്കണതോ? പിന്നെ അച്ഛന് ഞാൻ ഇടയ്ക്ക് സ്പെഷ്യൽ കൈമണി തന്നില്ല, അപ്പൊ അതോ? ലച്ചു, ഈ കാലിന് ഏത്തല്ലേ, നീ പോയി കിടക്കാൻ നോക്ക്. എനിക്ക് കാലിൽ വയ്യാതായ അമ്മേനെ കിടത്താൻ നോക്കൂ അമ്മേ. ആഹാ, എന്നാ വാ കിച്ചണിലേക്ക് പോവാം. വാ, മറിക്ക് വഴി തന്നെ പോട്ടെ ഞാൻ. പണിയുടെ കാര്യം പറഞ്ഞപ്പോ അവള് വീണ്ടും കിടപ്പിലായി.